എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഫ് ഡേ ആയിട്ട് ഞങ്ങൾ നൈഗ്ര ഫോൾസിലൊന്ന് പോകാമെന്ന് വെച്ചു. കുറേ നാളായി പോയിട്ട്. അപ്പോൾ ഒന്ന് ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മിട്ടിൽ നിന്നൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ എത്തി. അവിടെ ആദ്യത്തെ നൈഗ്ര ഫോൾസിൻ്റെ അടുത്ത് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ നൈഗ്രയുടെ അടുത്ത് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഔട്ട്ലെറ്റ് മാള്. അവിടെ ഞങ്ങൾ വന്നതാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ക്യൂ നിൽക്കുകയാണ്. ഈ ക്യൂ നിൽക്കുന്ന ഷോപ്പ് നമ്മുടെ ക്രോക്സിൻ്റെ ആണ്. ക്രോക്സിൻ്റെ അവിടെ എന്താണെന്ന് മനസ്സിലായില്ല, അത്യാവശ്യം ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ അവിടെ എന്തോ ഓഫറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളാണ് റിയൽ ഫ്രൂട്ട്സ് ജ്യൂസിലോട്ട് വന്നു. അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, മാംഗോ ഡയമണ്ട് സ്ലഷ്. നമ്മുടെ മാങ്ങ ഇട്ടുള്ളൊരു സാധനമാണ്. അത്യാവശ്യം നല്ലൊരു ജ്യൂസാണ്. അതിനകത്ത് ഈ ജെല്ലി, ബോബ, ബബിൾസ്, അങ്ങനെ മാംഗോയുടെ എന്താ പറയുന്നത്, കുറച്ച് കട്ട് പീസുകളും ഒക്കെ വരുന്ന ഒരു ഡ്രിങ്കാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഇഷ്ടമാണ്. അത്യാവശ്യം ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് എല്ലാ സൺഡേയും സമ്മറും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാം കിട്ടി. അങ്ങനെ അവിടുത്തെ മേടിച്ചു കൊടുത്തു. പ്രിയ ഹാപ്പിയായി. ഇത് കുടിച്ചിട്ട് വേണം അടുത്ത ഷോപ്പ് ചെയ്യാൻ. ഞാൻ അപ്പോഴത്തേക്ക് ടയർഡായി, കാരണം ഇന്ന് ഉച്ചയായി. ഞാൻ അവിടെ ഇരുന്നു. പുള്ളിക്കാരി പോയി അടുത്ത എവിടേക്കോ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഒന്നും വാങ്ങത്തില്ല, അത്യാവശ്യം എല്ലാം തപ്പും. ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ. അതുപോലെ എനിക്കൊരു മിനിയേച്ചർ പോലെ ഒരു നൈഗ്ര ഫോണിൻ്റെ സാധനം കിട്ടി. അത് ഞാൻ വണ്ടിയുടെ നമ്മുടെ നടുക്കായിട്ട് വെച്ചു. അതൊരുത്തി എന്തുമായിരുന്നു. അങ്ങനെ നൈഗ്രയുടെ അവിടെ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്ന് തെണ്ടി തിരിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആർക്കും അറിയാമെന്ന് അറിയത്തില്ല. മേളിൽ തന്നെ ഈ ടവറിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ $10 ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതും $30, $30, $40 ഇവിടെ. അവിടുന്ന് അടുത്ത് തന്നെയാണ് നൈഗ്ര. ഇത് കാണുന്നത് നേരെ USA ആണ്, ഓപ്പോസിറ്റ്. USA അവിടെ ചെറിയൊരു ഫോൾസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വലിയ വ്യൂ ഇല്ല. ഇതാണ് നമ്മുടെ നൈഗ്ര ഫോൾ. നമുക്ക് ഈ കാനഡയുടെ സൈഡിൽ നിന്നല്ലാണ് അതിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നത്. അത് നമുക്കൊരു അഹങ്കാരമാണ്. നമുക്ക് കാനഡയ്ക്കാണ് കുറച്ചുകൂടി വ്യൂ. അതായത് US കാണണമെങ്കിൽ അവർക്കൊരു സൈഡിലൊരു ബ്രിഡ്ജ് പോലൊരു ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ അവരാണ് അതിൻ്റെ അടുത്തോട്ട് വന്നാലേ അവർക്കൊരു വ്യൂ ഉള്ളൂ. എന്നാൽ ഈ കാണുന്ന ബ്രിഡ്ജാണ് USA കാനഡ ബോർഡർ എന്ന് പറയാം. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്, അവർക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടി ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ക്രൂസ് പോലെ ബോട്ടിൽ പോയാലും കാണാം, എന്നാലേ അവർക്ക് കുറച്ചുകൂടെ വ്യൂ കിട്ടത്തുള്ളൂ. പിന്നെ ഫോട്ടോയിൽ വ്യൂ എടുക്കാനാണെങ്കിൽ കാനഡയിലാണ് കുറച്ചുകൂടെ ബെറ്റർ വ്യൂ കാണാൻ വേണ്ടി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. പിന്നെ ഇന്ന് ക്ലൈമറ്റ് അത്രയും കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നല്ല ചൂടാണ്. അങ്ങനെ കുറേ നാളായി കണ്ടിട്ട് കുറച്ച് നേരം നല്ല പോസ്റ്റായിട്ടിരുന്നു. ഇതൊരു കുറേ നേരമായിട്ട് ഈ വാട്ടർഫോൾസ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ കണ്ടില്ലേ, അത്യാവശ്യം ഷിപ്പിളെല്ലാം അതിൻ്റെ അടുത്തോട്ട് പോകും. ഞങ്ങൾ ഓൾറെഡി അതിൽ കയറിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം കയറിയില്ല. പിന്നെ അങ്ങനെ അവിടെ അത്യാവശ്യം റെസ്റ്റ് എടുത്തു. എല്ലാവരും പാർക്ക് ആൻഡ് ആ ഏരിയയിലൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. ഇന്നത്തെ ഡേ മൊത്തം ഇവിടെ കളയാൻ പറ്റിയുള്ളതാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളൊരു ഫാമിലി കസിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങളധികം സ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇന്ന് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ടൈമായി. 4 മണി കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന്
സൺഡേ ആണ്, നല്ല അത്യാവശ്യം നല്ല തിരക്കാണ്. അവിടെ പിന്നെ ഞങ്ങൾ അതിൽ നടന്നപ്പം അവിടെ സ്ക്രീനിൽ നമ്മുടെ ബ്രസീലിൻ്റെ ഫുട്ബോളുകളിൽ ഫിഫ നടപ്പുണ്ട്. അപ്പം ഞാൻ പ്രിയോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി കളി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവളെ നിർത്തിയിട്ട് അപ്പുറത്തോട്ട് പെതുക്കെ കളി കാണാൻ വേണ്ടി. അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്, കാരണം അവിടെ ഓൾറെഡി ബ്രസീൽ ഫാൻസും എല്ലാം ഉണ്ട്. പക്ഷേ ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. കാരണം ഇവിടുന്ന് വ്യൂ നല്ല അടിപൊളിയായിരുന്നു. കാരണം അപ്പുറത്ത് ഫുട്ബോൾ കളി, ഇപ്പുറത്തെ നൈഗ്രാ ഫാൾ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല തിരക്കാണ്. ഇപ്പോഴാണ് 0-0 നിൽക്കും. ഈ അടിച്ച വീഡിയോ എല്ലാം മിക്കവാറും കോപ്പി റൈറ്റ് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും സാരമല്ല, ഇരിക്കട്ടെ.